വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന ദാനമാണ് ജ്ഞാനം എന്ന ദാനം. ജ്ഞാനം ദൈവത്തെപ്പറ്റിയുള്ള അറിവാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ഈ ശ്ലീഹാ കാലത്തിൽ റൂഹാദ് കുദിശായോട് നമുക്ക് പ്രാർത്ഥിക്കാം, ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. റൂഹായുടെ സപ്തദാനങ്ങളിൽ രണ്ടാമത്തേതാണ് ബുദ്ധി. ദൈവത്തിലേക്ക് വളരാൻ ബുദ്ധി നമ്മെ സഹായിക്കുന്നു. താൽക്കാലിക സത്യങ്ങളെപ്പറ്റിയുള്ള അറിവിലൂടെ നിത്യസത്യമായ മിശിഹായിലേക്ക് വളരുവാൻ ബുദ്ധിയാണ് നമ്മെ സഹായിക്കുന്നത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം: എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ബുദ്ധിയാൽ നിറയുവാൻ റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. റൂഹായുടെ സപ്തദാനങ്ങളിൽ 3-ാമത്തെ ദാനമാണ് വിവേകം. നിത്യരക്ഷയ്ക്കാവശ്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിവേകം നമ്മെ പഠിപ്പിക്കുന്നു. ധാർമ്മികമായ തിരഞ്ഞെടുപ്പിന് വിവേകമാണ് നമ്മെ ശക്തരാക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. വിവേകത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഈ ശ്ലീഹാകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. റൂഹായുടെ സപ്തദാനങ്ങളിൽ 4-ാമത്തേതാണ് ആത്മശക്തി. വിവേകം ചൂണ്ടിക്കാട്ടുന്ന നന്മയെ പൂർത്തീകരിക്കുവാൻ ആത്മശക്തി നമ്മെ സഹായിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിലും പതറാതെ നിത്യരക്ഷയിലേക്ക് മുന്നേറുവാൻ ആത്മശക്തി നമ്മെ ശക്തരാക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 7-ാം വാക്യം: ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ആത്മശക്തിയോടെ ജീവിക്കുവാൻ റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. റൂഹായുടെ സപ്തദാനങ്ങളിൽ 5-ാമത്തേതാണ് അറിവ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ വ്യതിചലിക്കാതിരിക്കാനുള്ള കഴിവാണ് അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നീതിയുടെ പാതയിൽ എന്നും ചരിക്കുവാൻ അറിവ് നമ്മെ സഹായിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു: സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അറിവ് നിറഞ്ഞവരായി വിശ്വാസത്തിൽ വളരുവാൻ റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. റൂഹായുടെ സപ്തദാനങ്ങളിൽ 6-ാമത്തേതാണ് ഭക്തി. പുത്രസഹജമായ സ്നേഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഭക്തി നമ്മെ സഹായിക്കുന്നു. ഒരു കടമ എന്നുള്ളതിനേക്കാൾ ഉപരി പിതൃപുത്ര ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തെ വളർത്തുവാൻ ഭക്തി നമ്മെ സഹായിക്കുന്നു. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ പരിശ്രമിക്കുവിൻ. ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. റൂഹായുടെ സപ്തദാനങ്ങളിൽ അവസാനത്തേതാണ് ദൈവഭയം. ദൈവത്തെ ഭയപ്പെടുക എന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വരുമോ എന്നുള്ള സന്ദേഹത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവഭയം നമ്മെ സഹായിക്കുന്നു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തൻ്റെ ഐഹിക ജീവിതകാലത്ത് മിശിഹ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടു. ദൈവഭയമുള്ളവരായിരിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുവാനും റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.